ദേശീയ വാർത്തകളിലേക്ക് വരുമ്പോൾ തിരുപ്പതി ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. എന്തിന് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നു എന്ന ചോദ്യമാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. ആർ രാകേഷ് നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണത്തിന്റെ വസ്തുത തിരിച്ചറിയുക, അതായിരിക്കും പ്രധാന ലക്ഷ്യം, അല്ലേ? സജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു തിരുപ്പതിയിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന വാർത്ത. അതായത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് അത്തരം പരാമർശം ആദ്യം നടത്തിയത്. പിന്നീട് ഗുജറാത്ത് ആസ്ഥാനമായ ഒരു ലാബിലെ പരിശോധന റിപ്പോർട്ടും സർക്കാർ അത് തെളിവായി പുറത്തുവിടുകയും ചെയ്തു. പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡി, മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയായിരുന്നു ഈ ആരോപണങ്ങൾ അത്രയും. ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉദ്യോഗസ്ഥർ, അതായത് CBIയിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ആന്ധ്ര പോലീസിലെ 2 പേരും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. ഇതിനു പുറമെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം അത് മോണിറ്റർ ചെയ്യുന്നത് CBI ഡയറക്ടർ ആയിരിക്കും എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഏതായാലും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കോടിക്കണക്കിന് വിശ്വാസികളുടെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരമൊരു ഇടപെടൽ ഇപ്പോൾ കോടതി നടത്തുന്നത് എന്നാണ് ജസ്റ്റിസ് BR ഗവായി, ഒപ്പം തന്നെ KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു വിഷയമായി, ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് മാറിയിരുന്നു. പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് കർണാടക മിൽക്ക് ഫെഡറേഷൻ, അതായത് നന്ദിനി ആണ് അതുവരെ അവിടേക്ക് നെയ്യ് നൽകിയിരുന്നത്. അത് മാറ്റം വരുത്തിക്കൊണ്ട് ഡിണ്ടിഗൽ ആസ്ഥാനമായ ഒരു കമ്പനിയിൽ നിന്ന് ഇത്തരത്തിൽ നെയ്യ് വാങ്ങി. അത് ഗുണമേന്മ ഉണ്ടായിരുന്നില്ല എന്നൊരു വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത്. ഏതായാലും അത്തരമൊരു വിഷയം വലിയ വിവാദമാകുകയും അത് പിന്നീട് കോടതിയിൽ എത്തിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശ്വാസ പ്രശ്നം, കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രശ്നമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു കൃത്യമായ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലേക്ക് അല്ലെങ്കിൽ നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു അന്വേഷണത്തിന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ ചന്ദ്രബാബു നായിഡുവിനെതിരെയും ചില പരാമർശങ്ങൾ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നടത്തിയിരുന്നു. അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ ജാഗ്രത കാണിക്കണം എന്നുകൂടി കോടതി അന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സജിത്ത്, തീർച്ചയായും വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. അത് ഈ വിവാദം വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വിവാദമായ ഒരു കമ്മ്യൂണൽ ഇഷ്യൂവായി തന്നെ മാറുന്ന ഘട്ടത്തിലാണ് ഈ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം.